മാന്യ പ്രേക്ഷകർക്ക് ആറ്റുകാൽ ജ്യോതിശാസ്ത്ര പരിപാടിയിലേക്ക് സ്വാഗതം. സെപ്റ്റംബർ മാസം 1 മുതൽ 7 വരെയുള്ള വാരഫലമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. 2024 സെപ്റ്റംബർ മാസം 6 തീയതി വെള്ളിയാഴ്ചയാണ് അത്തച്ചമയം. തിരുവോണത്തിൻ്റെ തുടക്കം. അത്തച്ചമയം 2024 സെപ്റ്റംബർ മാസം 6 തീയതി വെള്ളിയാഴ്ചയാണ്. സെപ്റ്റംബർ 7 തീയതി ശനിയാഴ്ചയാണ് വിനായക ചതുർത്ഥി. വിനായക ചതുർത്ഥി വളരെ വിശേഷപ്പെട്ടതാണ്. ഗണപതി ക്ഷേത്രത്തിൽ പ്രത്യേക പ്രാർത്ഥനയും പൂജകളൊക്കെ നടത്തുന്ന ദിവസമാണ്. വിനായകൻ്റെ ജന്മദിനമാണ് ചതുർത്ഥി. അതുകൊണ്ട് തന്നെ വളരെ വിശേഷപ്പെട്ടതാണ്. വിനായക ചതുർത്ഥിയിൽ ചന്ദ്രനെ കാണാൻ പാടില്ല എന്നൊരു ഐതിഹ്യമുണ്ട്. അതുകൊണ്ട് രാത്രി കാലങ്ങളിൽ ക്ഷേത്രത്തിൽ പോകുന്നവരായാലും മുറ്റത്തിറങ്ങുന്നവരായാലും വളരെയധികം സൂക്ഷിക്കണം. കള്ളൻ എന്നുള്ള പേര് കേൾക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മേടരാശി. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 ആഴ്ച ചേരുന്ന 2.25 നക്ഷത്രമാണ് മേടരാശി. മേടരാശിക്കാർക്ക് ഈ വാരം സഹോദര സ്ഥാനീയരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളോ ബുദ്ധിമുട്ടുകളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. ദാമ്പത്യ സുഖം പ്രതീക്ഷിക്കാം. പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. വിദേശയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. ഇടവരാശി. കാർത്തിക മുക്കാലും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് ഇടവരാശി. ഇടവരാശിക്കാർക്ക് ഈ വാരം ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സംസാരം കഴിയുന്നത് നിയന്ത്രിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആരെയും പൂർണ്ണമായിട്ടും വിശ്വസിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ഭാഗ്യവൃഷ്ടി അനുഭവപ്പെടും. സന്താന ഗുണം പ്രതീക്ഷിക്കാം. ദാമ്പത്യപരമായിട്ടും ഈ വാരം വളരെ നല്ലതാണ്. ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. വീഴ്ചകളോ മുറിവുകളോ അപകടങ്ങളോ ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും ചെറിയ ചെറിയ പ്രയാസങ്ങളോ ഉണ്ടാകാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. പൊതുവെ ഈ വാരം നന്നായിരിക്കും. മിഥുനരാശി. മകയിരത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും തിരുവാതിരയും പുണർത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് മിഥുനരാശി. മിഥുനരാശിക്കാർക്ക് ഈ വാരം മുൻകോപം പിടിവാശി കഴിയുന്നത് കുറയ്ക്കണം. ദാമ്പത്യപരമായിട്ട് അത്ര നല്ല സമയമല്ല. അലർജി സംബന്ധമായിട്ടുള്ള അസുഖത്തിന് സാധ്യതയുണ്ട്. മാതാവിനും മാതൃബന്ധുക്കൾക്കോ ശാരീരിക അസ്വസ്ഥതകളൊക്കെ അനുഭവപ്പെടും. ഗൃഹസംബന്ധമായിട്ടുള്ള കലഹം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സന്താനങ്ങളാലും മനസ്സമാധാനം കുറയും. ശത്രുക്കൾ വർദ്ധിക്കും. തൊഴിൽപരമായിട്ട് പൊതുവെ ഈ വാരം നന്നായിരിക്കും. പിതൃഗുണവും പിതൃസമ്പത്തും ഭാഗ്യവൃഷ്ടിയും ഇടയ്ക്കിടയ്ക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ദോഷപരിഹാരമായിട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും, ചൊവ്വാഴ്ച ദിവസം കിടാവിളക്കിൽ നല്ലെണ്ണ ഒഴിച്ച് പ്രാർത്ഥിക്കുന്നതും, ചുവപ്പ് പുഷ്പം കൊണ്ട് അർച്ചന നടത്തുന്നതും വളരെ നന്നായിരിക്കും. കർക്കിടകരാശി. പുണർത്തിൻ്റെ അവസാനത്തെ 15 നാഴികയും പൂയവും ആയില്യം കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് കർക്കിടകരാശി. കർക്കിടകരാശിക്കാർക്ക് ഈ വാരം സാമ്പത്തിക അഭിവൃദ്ധിയും മനസ്സന്തോഷവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും പ്രതീക്ഷിക്കാം. ആരോഗ്യപരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. സഹോദര സ്ഥാനങ്ങളിൽ നിന്ന് നേട്ടങ്ങളുണ്ടാവും. മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും. ഭാഗ്യവൃഷ്ടി അനുഭവപ്പെടും. പൊതുവെ ഈ വാരം നന്നായിരിക്കും. ചിങ്ങരാശി. മകം, പൂരം, ഉത്തര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 ആഴ്ച ചേരുന്ന 2.25 നക്ഷത്രമാണ് ചിങ്ങരാശി. ചിങ്ങരാശിക്കാർക്ക് ഈ വാരം ധനപരമായിട്ട് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും. ഭാഗ്യവൃഷ്ടി അനുഭവപ്പെടും. ദാമ്പത്യ സുഖം പ്രതീക്ഷിക്കാം. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ആഗ്രഹ സാഫല്യം ഉണ്ടാവും. പൊതുവെ ഈ വാരം നന്നായിരിക്കും. കന്നിരാശി. ഉത്തരത്തിൻ്റെ മുക്കാലും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ 30 നാഴിക കൂടി ചേരുന്ന 2.25 നക്ഷത്രമാണ് കന്നിരാശി. കന്നിരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യമായിട്ട് ഇടയ്ക്കിടയ്ക്ക് സൗന്ദര്യ പിണക്കങ്ങളോ പ്രയാസങ്ങളോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഭാഗ്യവൃഷ്ടി അനുഭവപ്പെടും. കലാപരമായി ബന്ധപ്പെട്ട് തൊഴിൽ പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കും. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. ഗൃഹവാഹനായി സൗഖ്യം പ്രതീക്ഷിക്കാം. ഉദരരോഗം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. തുലാം രാശി. ചിത്തിരയുടെ അവസാനത്തെ 30 നാഴികയും ചോതിയും വിശാഖത്തിൻ്റെ മുക്കാടിയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് തുലാരാശി.
തുലാരാശിക്കാർക്ക് പിതാവിനോ പിതൃബന്ധുക്കൾക്കോ ശാരീരിക ക്ലേശങ്ങളോ ബുദ്ധിമുട്ടോ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. പിതാവുമായിട്ട് അഭിപ്രായ വ്യത്യാസം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. ആരോഗ്യകാര്യങ്ങളിലും വളരെ ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനികളിൽ നിന്ന് ഗുണാനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. ഗൃഹവാഹനാദി ഗുണം ഈ വാരത്തിലുണ്ടാവും. ദാമ്പത്യ സുഖം പ്രതീക്ഷിക്കാം. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. വൃശ്ചികരാശി വിശാഖത്തിൻ്റെ അവസാനത്തെ 15 നാഴികയും അനിഴവും തൃക്കേട്ടയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് വൃശ്ചികരാശി. വൃശ്ചികരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യ സുഖവും മനസ്സന്തോഷവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും പ്രതീക്ഷിക്കാം. ആരോഗ്യപരമായിട്ട് അത്ര നല്ല സമയമല്ല. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. പുതിയ പ്രവർത്തനങ്ങൾക്കെല്ലാം വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട സമയമാണ്. മുൻകോപം പിടിവാശി കഴിയുന്ന കുറയ്ക്കണം. മാതൃഗുണവും മാതൃസമ്പത്തും ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. ധനുരാശി മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 നാഴികയിരുന്ന 2.25 നക്ഷത്രമാണ് ധനുരാശി. സന്താന ഗുണം ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. ദാമ്പത്യനായിട്ട് ചെറിയ സൗന്ദര്യ പിണക്കങ്ങളോ പ്രയാസങ്ങളോ മുൻകോപമോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മാതൃഗുണവും മാതൃസമ്പത്തും ഈ വാരത്തിലുണ്ടാകും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. പിതൃഗുണവും പിതൃസമ്പത്തും പ്രതീക്ഷിക്കാം. പൊതുവെ വലിയ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ അസ്വസ്ഥകളോ ഒന്നും കാണുന്നില്ല. കർമ്മസംബന്ധമായിട്ട് ഈ വാരം നന്നായിരിക്കും. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യത പ്രതീക്ഷിക്കാം. മകരരാശി ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക കൂടി ചേരുന്ന 2.25 നക്ഷത്രമാണ് മകരരാശി. മകരരാശിക്കാർക്ക് ഈ വാരം അലർജി സംബന്ധമായിട്ടുള്ള അസുഖത്തിന് സാധ്യതയുണ്ട്. പിതൃ സുഖക്കുറവ് അനുഭവപ്പെടും. പിതാവുമായിട്ടോ പിതൃബന്ധുക്കളുമായിട്ടോ അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ട്. സഹോദരാദി സുഖക്കുറവ് അനുഭവപ്പെടും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യത ഉണ്ടാവും. ദാമ്പത്യമായിട്ട് ചെറിയ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഇടയ്ക്കിടയ്ക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കുംഭരാശി അവിട്ടത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും ചതയവും പൂരിട്ടായുടെ മുക്കാലും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് കുംഭരാശി. കുംഭരാശിക്കാർക്ക് ഈ വാരം സന്താനങ്ങളാൽ മനസ്സമാധാനക്കുറവോ വിഷമങ്ങൾ അനുഭവപ്പെടും. ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക നില മെച്ചമായിരിക്കും. ഗൃഹവാഹനാദി ഗുണം പ്രതീക്ഷിക്കാം. സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമാണ്. ആരോഗ്യകാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം. ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. തൊഴിൽപരമായിട്ടുള്ള ഉയർച്ചകളുണ്ടാവും. എല്ലാ കാര്യങ്ങളിലും ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. മീനൻ രാശി പൂരിട്ടായുടെ അവസാനത്തെ 15 നാഴിക ഉത്രട്ടാതി രേവതിയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് മീനൻ രാശി. മീനൻ രാശിക്കാർക്ക് സമയം അത്ര അനുകൂലമല്ല. ഏഴരശനി കാലമാണ്. മാതാവിനോ മാതൃബന്ധുക്കൾക്കോ അരിഷ്ടത ഉണ്ടാവും. വാഹന സംബന്ധമായിട്ട് ചെലവുകൾ വർദ്ധിക്കും. ഗൃഹകലഹം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വീഴ്ചകളോ മുറിവുകളോ ഉണ്ടാകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. മുൻകോപം പിടിവാശി കഴിയുന്നതും കുറയ്ക്കണം. ആരോഗ്യപരമായിട്ട് അത്ര നല്ല സമയമല്ല. പിതാവിനോ പിതൃബന്ധുക്കൾക്കോ അരിഷ്ടത ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദോഷപരിഹാരമായിട്ട് ചൊവ്വാപ്രീതി വരുത്തുക. ഭഗവതി ക്ഷേത്രത്തിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും. ചൊവ്വാഴ്ച ദിവസം കിടാവിളക്കിൽ നല്ലെണ്ണ ഒഴിച്ച് പ്രാർത്ഥിക്കുക. ചുവപ്പ് പുഷ്പം കൊണ്ട് അർച്ചന നടത്തുക. ഭഗവതിങ്കൽ പുഷ്പാഞ്ജലി നടത്തുന്നതൊക്കെ വളരെ നന്നായിരിക്കും. ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും. ആറ്റുകാൽ ജ്യോതിശാസ്ത്രം ഈ ആഴ്ച ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ച കാണാം. കത്തുകൾ അയക്കേണ്ട വിലാസം: ഡോക്ടർ ആറ്റുകാൽ രാധാകൃഷ്ണൻ, രമാ ജ്യോതിഷാലയം, മണക്കാട് PO, തിരുവനന്തപുരം 9.